അല്ല ഞാൻ നാട്ടിൽ വിളിച്ചാണ് വിവരം പറഞ്ഞാണ് വരാം. എത്തിയടത്തും വിളിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ വരാട്ടാ. ഞാൻ പുറത്തുണ്ടേ. ആ ഇന്നത്തെ വർത്തമാനങ്ങളൊക്കെ കുട്ടിയൊക്കെ ഉറങ്ങിയാ? ആ പിന്നൊക്കെ എപ്പോഴാണ് പോലെ എല്ലാവരും എയർപോർട്ടിൽ നിന്ന് എത്തി? മോളത്തെ കാട്ടണോ? നോക്കാം പിന്നെ വിളിച്ചേട്ടാ. ഒന്നുമില്ലടാ, നാട്ടിലെ കുട്ടിനെ ഓർത്തപ്പോ ഒന്ന് മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അങ്ങനത്തോളം അടുത്ത് ഞങ്ങൾ പോകുന്നത്. നാട്ടിൽ പോയിട്ട് 3 മാസം നിന്നു. അതിൽ 2 മാസമാണ് ഞാൻ കുട്ടീൻ്റെ പരിചയപ്പെടാതെ കുട്ടീൻ്റെ അടുത്തേക്ക് പോരാൻ വേണ്ടി നിന്നത്. പിന്നെ 1 മാസം ബാക്കിയുള്ളൂ. അപ്പോൾ തന്നെ കുട്ടീൻ്റെ അടുത്തേക്ക് രോഗിയായി വന്നു. കളിയും ചിരി ഓർക്ക് പോകണമെങ്കിലും ടൊപ്പക്കാരം. ഇപ്പം എല്ലാം കഴിഞ്ഞിങ്ങനെ പോരാൻ നേരത്ത് എത്തുന്ന വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പറിച്ചു കൊണ്ടുപോയ കുട്ടീനെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ നിന്ന് ബാക്കൊക്കെ നോക്കുമ്പോൾ ക്ലാസ് കൂടെ നോക്കുമ്പോൾ കുട്ടി കജ്ജും കാലിട്ട് ഇങ്ങനെ അടിക്കണം. എന്താ ഞാൻ ചെയ്യാറ്? ഞാൻ നാട്ടിൽ തന്നെ പോവാണ്. എന്താ ചെയ്യുക? എനിക്ക് മതി ഇവിടെ. നാട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പെരപ്പണിയും പെങ്കൊടുക്കാനുള്ള പണ്ടങ്ങളും എല്ലാം ഓർത്തിട്ടാണ് നിൽക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ വിളിച്ചുമ്പോൾ അങ്ങനെയൊക്കെ പോരാ, അത് വേണം ഇത് വേണം പെര നോക്കണം അങ്ങനെയൊക്കെ പോരാ. അതെല്ലാം കൂടി ഓർത്ത് ബുദ്ധിമുട്ടുകൂടെ നിൽക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യുക? നമ്മുടെ ജീവിതം എത്രത്തോളം അങ്ങനെ ഇവിടെ കത്തി പോകുന്ന ആലോചിച്ച് നോക്കേണ്ട മുന്നേറാ. എങ്ങനെയൊക്കെ കരച്ചിൽ വരാം. അതൊക്കെ പെഞ്ച് മക്കളെ വിട്ടുകാണ്ടല്ലേ നമ്മളിങ്ങോട്ട് പോരേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കരുത്. നമ്മൾ എത്ര കാലം ഇങ്ങനെ ഗൾഫിൽ കഴിയണോ? മക്കളവിടെ കുട്ടികളും കൂടെ എല്ലാം കൂടി കഴിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണേ. എൻ്റെ മാതിരി വിഷമങ്ങൾ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വിഷമം എനിക്കറിയുന്നുള്ളൂ. നിങ്ങളുടെ വിഷമങ്ങൾ എത്ര ആളുണ്ടാവും? ഏതായാലും കുറച്ച് മാസത്തെ വിസയും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിസ എടുക്കുന്നില്ല. ഞാൻ പോവാണ്. എന്നെക്കൊണ്ട് വെക്കുന്നുണ്ട് ഇവിടെ നിൽക്കാണ്ട് മനസ്സ് കയറിക്കാണ്ട് ഇവിടെ പോരുമ്പോൾ തന്നെ പങ്ക് പറിച്ച് കൊടുക്കുന്ന മാതിരി കൊടുത്തുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. വെറുതെ എല്ലാം കൂടി നിർത്തി പോവാണ്. അത് ഇതും ആലോചിച്ച് ഇവിടെ കരയില്ല. സമയം കുറേയായി. എല്ലാവരും അറിയിക്കുന്നു കേട്ടാ. നീ കിടന്ന് അറിയിക്കോ. നമുക്ക് നാളെ കാണാം കേട്ടാ. ഇവിടെ എല്ലാവരും അറിയിക്കും. നാളെ വരാം. നാളെ പോയിട്ട് അസ്സലാമു അലൈക്കും.